10,000. അതെ, 2026 ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം കാണുന്ന ഡിജിറ്റൽ പരസ്യങ്ങളുടെ എണ്ണമാണ്. ഇതിൽ എത്ര എണ്ണം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്? വളരെ കുറച്ച് മാത്രം, അതല്ലേ? ഇതിന്റെ പിന്നിൽ ഒരു രഹസ്യം അറിയാവുന്നവരാണ് ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റർമാർ. സ്വാഗതം എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക്. എൻ്റെ പേര് സൽവ ഹാരിസ്. വിഷയത്തിലൂടെ കടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്: ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഞാൻ എത്ര സമയം ചെലവാക്കണം? നമ്മളിപ്പോൾ 2026 കാര്യങ്ങൾ പണ്ടത്തേക്കാൾ വേഗത്തിലാണ് മാറുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് 3 മുതൽ 4 മാസം വരെ മതി. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു പ്രൊഫഷണൽ ആകാൻ നിങ്ങൾ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് മാറ്റി വെക്കണം. തിയറിയേക്കാൾ കൂടുതൽ പ്രായോഗികമായിട്ട്, അതായത് ലൈവ് ക്യാമ്പയിൻസ് ചെയ്ത് പഠിക്കുന്നതിലാണ് കാര്യം. എൻട്രിയിൽ നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നിങ്ങളൊരു ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആക്കി മാറ്റാനാണ്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലോട്ടേക്ക് വരാം. 2026 ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെറും 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നിന്ന് ഈ ഫീൽഡിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. പഴയ രീതികൾ പലതും ഇന്ന് വർക്ക് ആവില്ല. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് സെർച്ചും SEOയുമാണ്. പണ്ട് ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കീവേഡ്സ് നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ 2026 നമ്മൾ SGE, അതായത് സെർച്ച് ജനറേറ്റീവ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ AI സെർച്ചിന്റെ കാലത്താണ് ഉള്ളത്. ChatGPT പോലെയുള്ള ടൂളുകൾ വഴി ആളുകൾ വിവരങ്ങൾ തിരയുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് AIക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും എന്നാൽ വായിക്കുന്ന മനുഷ്യർക്ക് യഥാർത്ഥ വാല്യൂ നൽകുന്ന രീതിയിലും ആയിരിക്കണം. രണ്ടാമത്തേത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മെറ്റാ ആഡ്സും ഗൂഗിൾ ആഡ്സും ഒക്കെ ഇപ്പൊ പൂർണ്ണമായിട്ടും AIയുടെ കൺട്രോളിലാണ്. പണ്ടത്തെ പോലെ മണിക്കൂറുകളോളം ഇരുന്നിട്ട് മാനുവൽ ടാർഗറ്റിംഗ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല. ഇന്ന് മികച്ച ക്രിയേറ്റീവ്സ് ലൈക്ക് വീഡിയോസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, AIക്ക് നൽകേണ്ട ശരിയായ പ്രോംപ്റ്റ്സ്, കൃത്യമായിട്ടുള്ള ഡേറ്റ, ഇതൊക്കെ സിസ്റ്റത്തിന് നൽകുക എന്നതാണ് ഇന്നത്തെ മാർക്കറ്ററുടെ പ്രധാന ജോലി. നിങ്ങളുടെ പരസ്യം വിജയിക്കണമെങ്കിൽ CTR, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ്, എത്ര പണം മുടക്കിയാൽ എത്ര ലാഭം കിട്ടും എന്നറിയാൻ ROAS, അതായത് റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, ഇതേപോലത്തെ മെട്രിക്സ് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക തന്നെ വേണം. മൂന്നാമത്തേത് കസ്റ്റമർ ഫണലും പ്രൈവസിയുമാണ്. ടെക്നോളജി എത്ര മാറിയാലും ഒരു കസ്റ്റമറിന്റെ മനഃശാസ്ത്രം മാറുന്നില്ല അല്ലെ? ഒരു കസ്റ്റമർ ബ്രാൻഡിനെ ആദ്യം അറിയുന്നത് മുതൽ സാധനം വാങ്ങുന്നത് വരെയുള്ള ഫണൽ, അതായത് ടോഫു, മോഫു, ബോഫു, ഈ ഘട്ടങ്ങളെ AI വഴി എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കൂടാതെ ഡേറ്റ പ്രൈവസി നിയമങ്ങൾ കർശനമായ ഈ 2026 മറ്റുള്ളവരെ ആശ്രയിക്കാതെ കസ്റ്റമേഴ്സിന്റെ സ്വന്തം ഡേറ്റ, അതായത് ഫസ്റ്റ് പാർട്ടി ഡേറ്റ ലൈക്ക് ഇമെയിൽസ്, നമ്പേഴ്സ്, ഇതൊക്കെ ശേഖരിക്കുക എന്നതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്ററുടെ ഏറ്റവും വലിയ കരുത്ത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഒരു മികച്ച ഡിജിറ്റൽ മാർക്കറ്റർ ആവുക എന്നാൽ AI ടൂളുകളെയും പരമ്പരാഗത മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളെയും സമർത്ഥമായിട്ട് കൂട്ടിയിണക്കുന്ന ഒരാളാവുക എന്നതാണ് അർത്ഥം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷെ വിഷമിക്കേണ്ട. തികച്ചും പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഇന്നത്തെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഈ അറിവുകളൊക്കെ നിങ്ങളിലോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ.